കഥയെ ആരംഭിക്കുന്നത് ഖാൻ എന്ന പയ്യനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. പ്രീ ഹിസ്റ്റോറിക് തായ്ലാന്റിൽ ടൂറിസ്റ്റുകൾക്ക് അവിടുത്തെ മനോഹരമായ സ്ഥലങ്ങളുടെ ഫോട്ടോസും മറ്റും അവൻ വിൽക്കുകയായിരുന്നു. അമ്മയായിരുന്നു അവനെ അതിന് ചുമതലപ്പെടുത്തിയത്. വിറ്റുകിട്ടുന്ന പണം കൊണ്ട് അരി വാങ്ങണം. പക്ഷേ വിറ്റുകിട്ടിയ പണവുമായി അവൻ ഓടിച്ചെന്നതാകട്ടെ ഡിമാക് എന്ന പയ്യൻ നടത്തുന്ന ചൂതുവെപ്പ് കേന്ദ്രത്തിലേക്കായിരുന്നു. ചൂതുകളി എങ്ങനെയാണെന്ന് വെച്ചാൽ യോൾ എന്ന പയ്യനാണ് ഒക്കെയും നിയന്ത്രിക്കുന്നത്. യോളിനോട് സ്പോർട്സ് വാച്ച് കൃത്യമായ ഒരു പോയിന്റിൽ നിർത്താൻ ആവശ്യപ്പെടും. യോളിന് അത് കൃത്യമായി നിർത്താൻ കഴിഞ്ഞാൽ ഡിമാക്കും യോളും വിജയിക്കും. മറിച്ചാണെങ്കിൽ ചൂതു വെക്കുന്നവരും. പക്ഷെ മറ്റുള്ളവർക്കറിയാത്തൊരു കാര്യമുണ്ട്. യോളിന് ഒരു സൂപ്പർ എബിലിറ്റി ഉണ്ട്. തന്റെ മൈൻഡ് വെച്ച് എന്തിനേയും കൺട്രോൾ ചെയ്യാൻ അവന് പറ്റും. അന്നും ചൂതുകളി നടന്നപ്പോ തന്റെ പവർ വെച്ച് സ്റ്റോപ്പ് വാച്ച് കൃത്യമായി പോയിന്റിൽ നിർത്താനും പണം കരസ്ഥമാക്കാനും ആ പയ്യന് സാധിച്ചു. പെട്ടെന്നായിരുന്നു അങ്ങോട്ടേക്ക് പോലീസ് വന്നത്. ബാക്കിയുള്ളവരൊക്കെ ഭയന്നോടി. യോൾ ഭയക്കാതെ അവിടെ തന്നെ നിന്നിരുന്നു. പോലീസിനെ യോൾ വെല്ലുവിളിച്ചു. പക്ഷെ പിന്നിൽ നിന്ന് തലക്കടി ഏറ്റതും അവൻ താഴെ വീണ് ബോധരഹിതനായി. പോലീസ് അവനെ പൊക്കിയെടുത്തുകൊണ്ടുപോയി. ഇതേസമയം മറ്റൊരിടത്ത് നേപ്പാളിന്റെ ഭാഗത്ത് ഒരു സംഘം യാത്രികർ തീർത്ഥാടന യാത്രയിലായിരുന്നു. യാത്രാമധ്യേ അവിടുത്തെ ഒരു ലോക്കൽ ഗ്രൂപ്പ് അമ്പലത്തിലേക്കുള്ള വഴി അവർക്ക് കൃത്യമായി പറഞ്ഞുകൊടുക്കാം എന്ന് ഓഫർ ചെയ്തു. പക്ഷേ തീർത്ഥാടകർക്ക് അറിയാത്തൊരു കാര്യമുണ്ടായിരുന്നു. ലോക്കൽ ഗ്രൂപ്പായി തോന്നിയവർ യാഥാർത്ഥ്യത്തിൽ ആയുധ കച്ചവടക്കാരായിരുന്നു. നിയമവിരുദ്ധമായി ആയുധം കൈമാറ്റം ചെയ്യുന്നവർ. പക്ഷേ മറുവശത്ത് തീർത്ഥാടകരായി അമ്പലത്തിലേക്ക് പോകുന്നവരാകട്ടെ യാഥാർത്ഥ്യത്തിൽ വെറും തീർത്ഥാടകരായിരുന്നില്ല, മറിച്ച് തീവ്രവാദികളായിരുന്നു. അറീന എന്ന ലേഡിയായിരുന്നു അവരുടെയൊക്കെ ലീഡർ. എന്തായാലും ആ ലോക്കൽ ഗ്രൂപ്പിന്റെ ആയുധ കച്ചവടക്കാരുടെ സഹായം സ്വീകരിച്ച് രണ്ട് ഗ്രൂപ്പും ഒന്നിച്ച് വിശുദ്ധമായ അമ്പലത്തിലേക്ക് നടക്കാൻ തുടങ്ങി. പോകുന്ന വഴിയിൽ അവർ ചെക്ക് പോസ്റ്റിലും എത്തി. പരിശോധനയിൽ ആയുധ കച്ചവടക്കാരുടെ അടുത്തു നിന്നും പട്ടാള ഉദ്യോഗസ്ഥർ ആയുധം കാണുകയാണ്. രണ്ടു കൂട്ടർക്കും തങ്ങളുടേതായ രഹസ്യങ്ങൾ ഉള്ളതുകൊണ്ട് അവരൊന്നിച്ച് പട്ടാളക്കാർക്കെതിരെ ഫൈറ്റ് ചെയ്തു. തീവ്രവാദികൾ ഒരു ഘട്ടം കൂടി കടന്ന് തങ്ങളെ വഞ്ചിച്ച് ആയുധം കടത്താൻ നോക്കിയ ആയുധ കച്ചവടക്കാരെ കൂടി വകവരുത്തി കളഞ്ഞു. തീവ്രവാദികൾ വീണ്ടും മുമ്പോട്ട് യാത്ര തുടർന്നപ്പോ നാട്ടുകാരോട് അവർ വഴി ചോദിച്ചു. പക്ഷേ വിശുദ്ധമായ അമ്പലത്തിലേക്കുള്ള വഴി പറഞ്ഞു കൊടുക്കാൻ അവർ തയ്യാറാവുന്നുണ്ടായിരുന്നില്ല. ഒട്ടും മടിക്കാതെ തീവ്രവാദികൾ ഒന്നൊടുക്കം അവരെ കൊലപ്പെടുത്തി. ഒടുവിൽ യാത്ര ചെയ്ത് അവരാ വിശുദ്ധി അമ്പലത്തിലേക്ക് എത്തുകയാണ്. അവിടെത്തിയ അവർക്ക് ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. ആ അമ്പലത്തിൽ ഒരുപാട് മാന്ത്രിക ശക്തിയുണ്ട് എന്ന് പറയപ്പെടുന്ന ഒരു ചന്ദ്രത്തായത്ത് മൂൺ ആമുലറ്റ് സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അത് കരസ്ഥമാക്കണം. പക്ഷേ ആയുധന കലയിൽ മികവുള്ള പുനിമയുമായി എതിരിട്ട് വേണമായിരുന്നു അവർക്ക് ചന്ദ്രത്തായത്ത് കരസ്ഥമാക്കുവാൻ. അവിടെ പുനിമയും സംഘവും തമ്മിൽ വലിയ ഏറ്റുമുട്ടൽ നടന്നു. പുനിമ അമ്പലത്തിന്റെ കാവൽക്കാരിയാണ്. പക്ഷേ ഫൈറ്റിനിടയിൽ പുനിമയുടെ തോളിൽ വെടിയേറ്റു. തീവ്രവാദികൾ ചന്ദ്രത്തായത്തുമെടുത്ത് കടന്നു കളഞ്ഞു. കഥ അവിടെ നിന്നും തായ്ലാന്റിലെ ബാങ്കോക്കിലേക്ക് തിരിയുന്നു. അവിടെ ഒരു സംഘം ഫയർ ഫൈറ്റേഴ്സ് തീപിടിച്ചൊരു കെട്ടിടത്തിൽ നിന്ന് ആളുകളെ രക്ഷപ്പെടുത്തുകയായിരുന്നു. ഒരുവിധം ആളുകളെ രക്ഷപ്പെടുത്തി കഴിഞ്ഞു. അപ്പോഴേക്കും തീ ആളിപ്പടർന്നു. ഒരു പെൺകുട്ടി മാത്രം മുറിക്കകത്ത് കുടുങ്ങിപ്പോയിരുന്നു. ഇനിയും അകത്തേക്ക് പോയാൽ അപകടമാണ് എന്ന് തിരിച്ചറിഞ്ഞ് ഹെഡ് ഓഫീസർ ഫയർ ഫൈറ്റേഴ്സിനോട് പിന്മാറാൻ ആവശ്യപ്പെട്ടു. ബാക്കിയുള്ള ഫയർ ഫൈറ്റേഴ്സൊക്കെ അതനുസരിച്ചപ്പോൾ ചാൻ എന്ന ഫയർ ഫൈറ്ററിന് അതങ്ങനെ അനുസരിക്കാൻ പറ്റുമായിരുന്നില്ല. ഒരു ജീവനാണ് കൺമുമ്പിലുള്ളത്. തന്റെ ജീവൻ തന്നെ റിസ്ക് ചെയ്ത് തീക്കുള്ളിലേക്ക് കടന്നു ചെന്ന് ആ കുട്ടിയെ ചാൻ രക്ഷപ്പെടുത്തി. അതിന്റെ പേരിൽ ചാനിന് അഭിനന്ദനം കിട്ടിയെങ്കിലും ഓർഡറുകൾ പാലിക്കാത്തതിന്റെ പേരിൽ വിമർശനവും നേരിടേണ്ടി വന്നു. ചെറിയൊരു ശിക്ഷാവിധി എന്ന രീതിയിൽ ചാനിനെ എക്യുപ്മെന്റ് റൂമിലേക്ക് മാറ്റി. എക്യുപ്മെന്റ് റൂമിൽ ചാൻ തന്റെ കൂട്ടുകാരൻ വോങ്ങിനൊപ്പം സന്തോഷത്തോടെ കഴിഞ്ഞു പോന്നു. ഇടയ്ക്ക് വോങ്ങിനോട് സംസാരിക്കുമ്പോ താൻ വാങ്ങിയ ഫയർ റെസിസ്റ്റന്റ് ആയ കുറച്ച് മെറ്റീരിയൽസും വോങ്ങിനവൻ പരിചയപ്പെടുത്തി കൊടുത്തു. ഇതേസമയം മറ്റൊരിടത്ത് ബുത്തോങ് എന്ന് പറയുന്ന ഒരു ജയിൽ വാർഡൻ തീവ്രവാദികളെ ജയിലിലേക്ക് പ്രവേശിപ്പിക്കുകയായിരുന്നു. അവരങ്ങോട്ടേക്ക് കടന്നെത്തുന്നതിന് പിന്നിൽ ഒരു ലക്ഷ്യമുണ്ട്. ആ ജയിലിൽ തീവ്രവാദി നേതാവ് ഉസാമ അലി ഉണ്ടായിരുന്നു. അവർക്ക് തങ്ങളുടെ നേതാവിനെ മോചിപ്പിക്കണം. തീവ്രവാദികളിൽ നിന്നും ബുത്തോങ് പണം കൈപ്പറ്റിയിരുന്നു. കടന്നുകയറിയ തീവ്രവാദികൾ ആക്രമണം തുടങ്ങി. മറുവശത്ത് ബുത്തോങ് ആകട്ടെ ഉസാമ അലിയിൽ നിന്ന് പിടിച്ചെടുത്ത മന്ത്രശക്തിയുള്ള തായത്ത് ലോക്കറിൽ നിന്നും എടുക്കുകയായിരുന്നു. അകത്ത് നടന്ന വെടിവെപ്പിലും പ്രശ്നത്തിലും ബുള്ളറ്റ് ഒരു പൈപ്പിൽ കൊള്ളുകയും സ്ഫോടനം നടന്ന് അവിടെ മുഴുവൻ തീ പടരാൻ തുടങ്ങുകയും ചെയ്തു. അതോടെ ഫയർ ഫൈറ്റേഴ്സിന് വിവരമെത്തുകയും ഫയർ ഫൈറ്റേഴ്സ് ജയിലിലേക്ക് പാഞ്ഞെത്തുകയും ചെയ്യുകയാണ്. മറുവശത്ത് തീവ്രവാദികൾ അപ്പോഴേക്കും ഉസാമയെ മോചിപ്പിച്ചിരുന്നു. ഫയർ ഫൈറ്റേഴ്സ് നേരെ ജയിലിലെത്തി. പക്ഷേ അകത്തു നടക്കുന്ന സംഭവങ്ങൾ അറിഞ്ഞതും അകത്തേക്ക് കടക്കാൻ അവർ മടിച്ചു നിന്നിരുന്നു. പക്ഷേ കൂട്ടത്തിൽ ചാൻ മടിച്ചില്ല. അവരുടെ വാക്കുകളെ തള്ളി ആളുകളെ രക്ഷപ്പെടുത്താൻ ചാൻ അകത്തേക്ക് കടന്നു ചെന്നു. അവൻ ചെന്നപ്പോ കണ്ടത് ബുത്തോങ് തീവ്രവാദികളുമായി സംസാരിക്കുന്നതായിരുന്നു. തീവ്രവാദികൾ അവനെതിരെ ഫൈറ്റ് ചെയ്യാൻ തുനിഞ്ഞതും അവിടെ ഒരു പോരാട്ടം തന്നെ നടന്നു. ഇതേസമയം ബുത്തോങ് ആകട്ടെ തന്റെ കയ്യിലിരുന്ന രക്ഷാത്തകിട് ഉപയോഗിച്ച് തായത്തുകൊണ്ട് ചാനിനെ കുത്തുകയാണ്.
ചാനിന്റെ ശരീരത്തിലേക്ക് താഴെ താഴ്ന്നിറങ്ങിയിരുന്നു. അവന്റെ ശരീരത്തിൽ ആ മന്ത്രത്തകിട് അലിഞ്ഞു ചേർന്നു. തന്റെ മന്ത്രത്തായത്തങ്ങനെ നഷ്ടപ്പെട്ടതും അത് കണ്ട് ദേഷ്യം വന്ന ഉസാമ ബുത്തോങ്ങിനെ ആ നിമിഷം വെടിവെച്ചു കൊന്നിരുന്നു. മയക്കത്തിലേക്ക് പോയിരുന്ന ചാൻ ആകട്ടെ കണ്ണു തുറന്നപ്പോൾ വ്യത്യസ്തമായൊരിടത്തായിരുന്നു. അവിടെ ഒരു സന്യാസിയെ അവൻ നേരിട്ട് കണ്ടു. വല്ലാത്തൊരു ചൂട് അവന്റെ ശരീരത്തിൽ അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. സന്യാസി അവനോട് സംസാരിച്ചു. ചാനാണ് തിരഞ്ഞെടുക്കപ്പെട്ടവനെന്നും അവന്റെ ശരീരത്തിലുള്ള പുതിയ ശക്തികളെ നിയന്ത്രിക്കാൻ അവൻ പഠിക്കണം എന്നും സന്യാസി ഉപദേശിച്ചു. പക്ഷേ അതൊരു സ്വപ്നമായിരുന്നു. കണ്ണു തുറന്നപ്പോൾ ചാൻ ഒരു അമ്പലത്തിലാണ്. അമ്പലത്തിൽ നിന്ന് ചാൻ പുറത്തേക്ക് വന്നു. പുനിമ അവിടെ ഉണ്ടായിരുന്നു. പുറത്തുവെച്ച് ചാനും പുനിമയും സംസാരിച്ചു. മഴയത്തു നനഞ്ഞിട്ടും ചാനിന്റെ ശരീരം വല്ലാതെ ചൂടാവുകയും മറ്റും ചെയ്യുന്നുണ്ടായിരുന്നു. പുനിമ ചാനിനോട് പറഞ്ഞു, മന്ത്രത്തായത്ത് നിന്റെ ശരീരത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുകയാണ്. നിനക്കിപ്പോൾ കുറേയധികം ശക്തികൾ കൈവന്നിട്ടുണ്ട്. ആ ശക്തികളെ നിയന്ത്രിക്കാൻ നീ പഠിക്കണം. നിന്റെ ഹൃദയമിടിപ്പ് കൂടുകയും ചൂട് വർദ്ധിക്കുകയും ചെയ്യും. സൂര്യന്റെ ശക്തിയുള്ള അതേ തായത്താണ് നിന്റെ ശരീരത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നത്. ഇതിനു തുല്യമായി മറ്റൊരു തായത്ത് കൂടിയുണ്ട്, ചന്ദ്രത്തായത്ത്. പുനിമയിൽ നിന്ന് കുറച്ചു കാര്യങ്ങൾ ചാന് മനസ്സിലാവുന്നുണ്ടായിരുന്നു. ഇതേസമയം മറുവശത്ത് രക്ഷപ്പെട്ടു പോയ ഉസാമയാകട്ടെ തന്റെ സംഘത്തിലെ തീവ്രവാദികളെ കണ്ടു. അമേരിക്കക്കെതിരെ പൊരുതാനും അവരുടെ പട്ടാളത്തെ ഇല്ലായ്മ ചെയ്യാനും അയാൾ തന്റെ കീഴിലുള്ള ആളുകൾക്ക്, അനുയായികൾക്ക് വലിയ തോതിൽ മോട്ടിവേഷൻ പകർന്നു. കൂട്ടത്തിൽ ചാനിന്റെ കയ്യിൽ പെട്ടുപോയ തന്റെ സൂര്യത്തായത്ത് തനിക്ക് തിരികെ വേണം എന്നും അയാൾ പറയുന്നുണ്ടായിരുന്നു. അതിനോടകം തീവ്രവാദികൾ തട്ടിയെടുത്ത ചന്ദ്രത്തായത്ത് ഉസാമയുടെ പക്കലേക്ക് എത്തിച്ചേർന്നിരുന്നു. സൂര്യത്തായത്തും ചന്ദ്രത്തായത്തും ഒത്തുചേർത്ത് ഏറെ ശക്തിയുള്ള ഒന്നാക്കി മാറ്റി അതിന്റെ ശക്തി മുഴുവൻ തന്റെ ശരീരത്തിലേക്ക് ആവാഹിക്കാനായിരുന്നു ഉസാമ പദ്ധതിയിട്ടിരുന്നത്. അടുത്ത ദിവസം വീട്ടിലെത്തിയ ചാൻ നേരെ അമ്മയെ കാണാൻ താഴേക്ക് ചെന്നു. കഴിഞ്ഞ ദിവസത്തെ അവന്റെ പെരുമാറ്റത്തിലും പരിക്കേറ്റ് കിടന്നതിലും അമ്മ ഞെട്ടലിലും പരിഭ്രാന്തിയിലുമായിരുന്നു. അപ്പോഴാണ് അവന്റെ കൈ തട്ടി ഒരു ഗ്ലാസ് പൊട്ടുന്നത്. ഗ്ലാസ് പീസ് എടുക്കാൻ ശ്രമിച്ചപ്പോ കൈ മുറിയുകയും ചെയ്തു. പക്ഷെ പുറത്തേക്ക് വന്ന അവന്റെ ചോരത്തുള്ളി മെർക്കുറിയായി മാറുകയായിരുന്നു. ചാനിന് വല്ലാത്ത അതിശയം തോന്നി. മുറിയിലേക്ക് എത്തിയവൻ വീണ്ടും കൈയിലെ മുറിവുണർത്തി ഒരു ചോരത്തുള്ളി വീഴ്ത്തി. അതും മെർക്കുറിയായി മാറി. മാത്രമല്ല ചാനുണ്ടാക്കിയ കൈയിലെ മുറിവ് ഒറ്റയടിക്ക് ഉണങ്ങുകയും ചെയ്തു. ആ സമയമാണ് തനിക്ക് റീജനറേറ്റ് ചെയ്യാൻ, പുനർജീവിക്കാനുള്ള കഴിവുണ്ട് എന്ന് ചാൻ മനസ്സിലാക്കുന്നത്. ചാൻ തിരിഞ്ഞപ്പോ ചാനിന് മുമ്പിലേക്ക് പുനിമ എത്തിച്ചേർന്നിരുന്നു. പുനിമ ചാനിനോട് ചാനിന്റെ ശരീരത്തിലുള്ള സൺ അമ്യൂലറ്റിനെ പറ്റി, സൂര്യത്തായത്തിനെ പറ്റി സംസാരിച്ചു. സൂര്യത്തായത്ത് ശരീരത്തിലുള്ളവർക്ക്, കൂടെയുള്ളവർക്ക് ഒരു പരിക്കുമേൽക്കില്ല. അവരുടെ ശരീരം സ്വയം സുഖപ്പെട്ടുകൊണ്ടിരിക്കും. നിന്റെ ശരീരത്തിലേക്ക് സൂര്യത്തായത്ത് അലിഞ്ഞു ചേർന്നതുകൊണ്ട് നിന്റെ ശരീരം തന്നെ ഇപ്പോ സൂര്യത്തായത്തായി പ്രവർത്തിക്കും. പിന്നാലെ ആ സൂര്യത്തായത്തിനെ പറ്റി വിശദീകരിക്കുന്ന ബുക്കുകളും ചാൻ എടുത്തു വായിച്ചു. അതിലൊരു ബുക്കിൽ ഒരു പ്രൊഫസർ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ടായിരുന്നു. ഈ തായത്തിലെ കല്ലുകളൊക്കെ മറ്റേതോ ഗ്രഹങ്ങളിൽ നിന്ന് വന്നു വീണതാണ് എന്ന തരത്തിലായിരുന്നു അത്. അന്ന് വൈകിട്ട് ചാനിന്റെ സഹോദരി ഗ്രേസ് അങ്ങോട്ടേക്ക് വന്നിരുന്നു. ഗ്രേസ് ഒരു ട്രാൻസ്ജെൻഡർ ആണ്. ആ സമയം പെട്ടെന്നായിരുന്നു അത് സംഭവിച്ചത്. തീവ്രവാദി സംഘം ചാനിന്റെ വീട് കണ്ടെത്തി ഉസാമയുടെ വലങ്കയ്യായ അറീനയും മറ്റും ചേർന്ന് അവിടെ ഒരു ആക്രമണം നടത്തി. ചാൻ തിരിച്ചടിക്കാൻ ആരംഭിച്ചിരുന്നു. ചാനിന് വെടിയേറ്റെങ്കിലും മുറിവൊക്കെ ഒറ്റയടിക്ക് സുഖപ്പെട്ടു. പെട്ടെന്ന് പുനിമയും അങ്ങോട്ടേക്ക് വന്നിരുന്നു. രണ്ടുപേരും ഒന്നിച്ച് തീവ്രവാദികൾക്കെതിരെ പൊരുതിയതോടെ തീവ്രവാദികൾക്ക് അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഓടേണ്ടി വന്നു. ആ സംഭവങ്ങൾ അരങ്ങേറിയതോടെ അമ്മയുടെ സുരക്ഷയോർത്ത് ഗ്രേസ് അമ്മയെ തന്റെ ഇടത്തേക്ക് കൊണ്ടുപോവാൻ തീരുമാനിച്ചിരുന്നു. മറുവശത്ത് ചാനിന് കാര്യങ്ങൾ പൂർണ്ണമായി മനസ്സിലായി കഴിഞ്ഞിരുന്നു. പുനിമയുടെ നിർദ്ദേശത്താൽ ചാൻ തന്റെ കഴിവുകൾ നിയന്ത്രിക്കാനും കൂടുതൽ കഴിവുകൾ ആർജിക്കാനും ട്രെയിനിങ് ആരംഭിച്ചു. പുനിമ തന്നെയായിരുന്നു ചാനിനെ ട്രെയിൻ ചെയ്തതും. പിന്നാലെ തന്റെ ഓഫീസിലെത്തിയ ചാൻ അവിടെ നിന്ന് കുറച്ച് ഫയർ റെസിസ്റ്റന്റ് എക്യുപ്മെന്റ് മോഷ്ടിച്ചു. അത് തന്റെ സഹോദരി ഗ്രേസിന് അയച്ചുകൊടുത്ത് ഫാഷൻ ഡിസൈനറായ അവളോട് തനിക്കൊരു സൂപ്പർ ഹീറോ കോസ്റ്റ്യൂം ഉണ്ടാക്കി തരാൻ പറഞ്ഞു. കഥ അവിടെ നിന്നും ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നു. അഫ്ഗാനിൽ അമേരിക്കൻ മിലിറ്ററിയുടെ സാന്നിധ്യമുണ്ടായിരുന്ന സമയം ഒരു ബസ്സിൽ ഉസാമയും ഭാര്യയും മറ്റു കുറച്ച് തീവ്രവാദികളും സഞ്ചരിക്കുകയായിരുന്നു. അമേരിക്കൻ മിലിറ്ററി ബസ് തടയാൻ ശ്രമിച്ചപ്പോ ഉസാമ അത് നിർത്തരുതെന്ന് ഉത്തരവിട്ടു. മിലിറ്ററി ബസ്സിന് നേരെ വെടിയുതിർത്തു. ആ വെടിവെപ്പിൽ ഉസാമയുടെ ഭാര്യയും മക്കളും കൊല്ലപ്പെട്ടിരുന്നു. അതിനെ തുടർന്നായിരുന്നു അമേരിക്കയോട് ഉസാമയ്ക്ക് ഇത്രമേൽ വെറി വന്നത്. ഇതേസമയം മറുവശത്ത് പുനിമയ്ക്കു കീഴിൽ ചാനിന്റെ ട്രെയിനിങ് പുരോഗമിക്കുകയാണ്. മികച്ച കഴിവുകൾ ചാൻ നേടിയെടുത്തിരുന്നു. അന്നൊരു ദിവസം അമ്മയുടെ സുഖവിവരമറിയാൻ ചാൻ അമ്മയെ വിളിച്ചു. പെട്ടെന്നായിരുന്നു അമ്മയുടെ നിലവിളി കേട്ടത്. സംഭവം എന്തെന്നാൽ തീവ്രവാദികൾ അവരുടെ ഇടം മനസ്സിലാക്കി അമ്മയെയും സഹോദരിയെയും ബന്ദിയാക്കിയിരുന്നു. പിന്നാലെ ചാൻ പുറപ്പെട്ട് ഗ്രേസിന്റെ വീട്ടിലേക്ക് ചെന്നെങ്കിലും അമ്മയെയോ ഗ്രേസിനെയോ അവിടെ കണ്ടെത്താൻ ചാനിന് സാധിച്ചിരുന്നില്ല. പക്ഷേ അവനായി ഗ്രേസ് ഉണ്ടാക്കി വെച്ച കോസ്റ്റ്യൂം അവൻ നോക്കിക്കണ്ടു. ചാൻ പിന്നാലെ പുനിമയുമായി സംസാരിച്ചു. തന്റെ ജനങ്ങൾക്ക് ഒരു രക്ഷകനാവാൻ താൻ
തീരുമാനിച്ച കാര്യം ചാൻ പുനിമയെ അറിയിച്ചു. സൂപ്പർ ഹീറോസിനെ പോലെ തന്റെ കോസ്റ്റ്യൂമും ധരിച്ച് ചാൻ സിറ്റിയിൽ ചുറ്റിക്കറങ്ങാൻ തുടങ്ങി. കൂട്ടത്തിൽ ഗ്രേസിനെയും അമ്മയെയും അന്വേഷിക്കാനും. ഇതിനിടയിൽ കാണുന്ന കുറ്റവാളികളെയൊക്കെ ചാൻ ഒരു പാഠം പഠിപ്പിച്ചു. കുറേയധികം ആളുകളെ രക്ഷപ്പെടുത്തി. ചാനിന്റെ കഴിവുകളും പ്രവൃത്തികളുമൊക്കെ പെട്ടെന്ന് മീഡിയ അറ്റൻഷൻ പിടിച്ചുപറ്റിയിരുന്നു. വാർത്തകളിൽ മെർക്കുറി മാൻ എന്ന പേരിൽ ചാൻ അറിയപ്പെടാൻ ആരംഭിച്ചു. ഇതേസമയം മറുവശത്ത് ഉസാമ അലിയാകട്ടെ തനിക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യാൻ വളരെയധികം കഴിവുള്ള ഒരു സയന്റിസ്റ്റിനെ കണ്ടെത്തിയിരുന്നു. ചന്ദ്രത്തായത്തിന്റെ സഹായത്തോടെ ചില ബുള്ളറ്റുകൾ ഉണ്ടാക്കിയെടുക്കാനും ഉഗ്ര സ്ഫോടനശേഷിയുള്ള അത് പരീക്ഷിക്കാനുമായിരുന്നു ഉസാമ തീരുമാനിച്ചിരുന്നത്. അതിന്റെ ഒരു ടെസ്റ്റ് ഡോസ് നോക്കിക്കണ്ടതും ഉസാമയ്ക്ക് വലിയ സന്തോഷം തോന്നി. അതോടെ സൂര്യത്തായത്തുകൂടി തനിക്ക് വേണമെന്നും അതുകൂടി കിട്ടിയാൽ ചന്ദ്രത്തായത്തുമായി യോജിപ്പിച്ച് ഉഗ്ര സ്ഫോടനശേഷിയുള്ള വസ്തുക്കൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നും ഉസാമ പറയുന്നുണ്ടായിരുന്നു. ഇതേസമയം മറ്റൊന്നുകൂടി സംഭവിക്കുകയായിരുന്നു. എന്തിനേയും നിയന്ത്രിക്കാൻ കഴിവുള്ള ശക്തിയുള്ള യോളിനെ കുറച്ചുപേർ ചേർന്ന് തട്ടിക്കൊണ്ടുപോയി. ഇതിനിടയിൽ പോലീസ് സംഘം വണ്ടി തടഞ്ഞപ്പോ യോൾ പുറത്തിറങ്ങി അവിടുണ്ടായിരുന്ന ആനകളെ പരിഭ്രാന്തരാക്കി രക്ഷപ്പെടാനുള്ള ശ്രമം യോൾ നടത്തി. ഒരു പ്രശ്നം നടക്കുന്നത് അറിഞ്ഞതും മെർക്കുറി മാനായ ചാൻ അങ്ങോട്ടേക്ക് വന്നെത്തിയിരുന്നു. ഇതിനിടയിൽ വീണ്ടും യോളിനെ ആരോ കടത്തിക്കൊണ്ടുപോയി. ഇതിനിടയിൽ പുനിമ ചാനിനെ കാണാനെത്തി. ചന്ദ്രത്തായത്തിൽ ആകർഷിക്കാൻ പറ്റുന്ന പ്രത്യേക തരത്തിലുള്ള ഒരു കോമ്പസ് വെച്ച് എവിടെയാണ് ഗ്രേസും അമ്മയും ഉള്ളതെന്നും ചന്ദ്രത്തായത്തുള്ളതെന്നും കണ്ടുപിടിക്കാൻ പറ്റും എന്നും പുനിമ ചാനിനെ അറിയിച്ചു. ആ ഉപകരണം വെച്ച് അവർ അന്വേഷിച്ച് ഒടുവിൽ എത്തിച്ചേർന്നത് ഉസാമയുടെ ഇടത്തേക്കായിരുന്നു. തങ്ങളുടെ കഴിവുകൾ വെച്ച് പുനിമയും ചാനും ചേർന്ന് ഉസാമയുടെ ആളുകൾക്കെതിരെ ഫൈറ്റ് ചെയ്തു. അവിടെ ഗ്രേസും അമ്മയും ബന്ദിയായിട്ടുമുണ്ടായിരുന്നു. പുനിമ ഗ്രേസിനെ മോചിപ്പിക്കാൻ ചെന്നു. പക്ഷേ ഗ്രേസ് ആകട്ടെ പുനിമ ഉസാമയുടെ ആളാണ് എന്ന് തെറ്റിദ്ധരിക്കുകയായിരുന്നു ചെയ്തത്. ഗ്രേസ് അതോടെ പുനിമയ്ക്കെതിരെ ഫൈറ്റ് ചെയ്യാൻ ആരംഭിച്ചു. പുനിമയും പ്രതിരോധിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. ഒടുവിൽ ചാനെത്തിയായിരുന്നു ഗ്രേസിനെ സമാധാനിപ്പിച്ചത്. പിന്നാലെ ഗ്രേസ് അവരോടായ ആ കാര്യം പറഞ്ഞു. ഉസാമയും ആളുകളും പോയപ്പോ അമ്മയെ ബന്ദിയാക്കി കൂട്ടിക്കൊണ്ടുപോയെന്ന്. ചാൻ സൂര്യത്തായത്ത് കൊടുത്താൽ അമ്മയെ വിടുമെന്നവർ പറഞ്ഞെന്നും ഗ്രേസ് കൂട്ടിച്ചേർത്തു. അതോടെ ചാൻ അതിന് സമ്മതിക്കുകയാണ്. അടുത്ത ദിവസം ഉസാമയെ മീറ്റ് ചെയ്യാൻ ചാൻ തീരുമാനിച്ചു. ഇതേസമയം മറുവശത്ത് അറീനയും ഉസാമയും സംസാരിക്കുകയായിരുന്നു. കഴിവുകളുള്ള ചാനിന്റെ വീട്ടിൽ വെച്ച് കരണ്ടടുപ്പിച്ചാണ് തങ്ങൾ വീഴ്ത്തിയതെന്നും കരണ്ടിനെ പ്രതിരോധിക്കാൻ ചാനിന് കഴിയില്ല എന്നും അറീന വ്യക്തമാക്കുന്നുണ്ടായിരുന്നു. അത് മനസ്സിലാക്കിയതും ഉസാമയുടെ ആളുകൾ ഒരു ക്ലബിൽ പോയി പ്രശ്നമുണ്ടാക്കി. അവിടുത്തെ ആളുകളുടെ രക്ഷയ്ക്ക് മെർക്കുറി മാനായ ചാനെത്തിക്കഴിഞ്ഞതും അവരവിടെ ഒരു അയോണിക് സിസ്റ്റം ആക്ടിവേറ്റ് ചെയ്തു. അത് ചാനിന്റെ ശക്തികളെ തടയുമായിരുന്നു. അനങ്ങാൻ പറ്റാതിരുന്ന ചാനിനെ അവർ തീ കൊളുത്തി. ശരീരത്തിൽ തീ ആളിപ്പിടിച്ചെങ്കിലും ചാനിനൊന്നും പറ്റില്ലല്ലോ. രക്ഷാകവചം അവന്റെ ശരീരത്തിൽ തന്നെയല്ലേ ഉള്ളത്. മൂവായിത്തായി അറിയാവുന്ന ചാൻ ശക്തികൾ പ്രയോഗിക്കാതെ തന്റെ ഫൈറ്റിംഗ് സ്കിൽ ഉപയോഗിച്ച് അവർക്കെതിരെ ഫൈറ്റ് ചെയ്തു. അവരെ വകവരുത്തി ചാനൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോരാനായി. അടുത്ത ദിവസം ചാനും പുനിമയും ഗ്രേസും ചേർന്ന് ഹാർബറിലേക്ക് എത്തിച്ചേർന്നിരുന്നു. അവിടെ ആനുവൽ ഫെസ്റ്റിവൽ നടക്കുകയാണ്. ഉസാമ ചാനിന്റെ അമ്മയെ ബന്ദിയാക്കി കൊണ്ടുവന്നിരുന്നത് അങ്ങോട്ടേക്കായിരുന്നു. പക്ഷെ കൃത്യമായി ഉസാമയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ് എന്ന് ഗ്രേസിനും ചാനിനും പുനിമയ്ക്കും അറിവുണ്ടായിരുന്നില്ല. അപ്പോഴാണ് അവിടെ ഫയർ ഫൈറ്റേഴ്സിലുള്ള വോങ്ങിനെ ഗ്രേസ് കാണുന്നത്. ഉസാമയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് കണ്ടെത്താൻ വോങ്ങിന്റെ സഹായം അവർ തേടി. അധികം വൈകാതെ ലൊക്കേഷൻ മനസ്സിലാക്കി ചാൻ അറീനയുടെ മുമ്പിലേക്ക് എത്തി. അന്ന് ഹാർബറിൽ നിന്നും അമേരിക്കയുടെ ഒരു കെമിക്കൽ വെപ്പൺ ഷിപ്പ് പുറപ്പെടാൻ ഒരുങ്ങുന്നുണ്ടായിരുന്നു. അത് ആക്രമിക്കാനായിരുന്നു ഉസാമ പദ്ധതിയിട്ടിരുന്നത്. റോക്കറ്റ് ലോഞ്ചർ അടക്കം ഉസാമ തയ്യാറാക്കി വെച്ചിരുന്നു. സൂര്യത്തായത്തും ചന്ദ്രത്തായത്തും ചേർത്ത് മികച്ചൊരു സ്ഫോടക വസ്തു ഉണ്ടാക്കി ആ ഷിപ്പിനെ തകർക്കാനായിരുന്നു ഉസാമയുടെ പദ്ധതി. അതിനുവേണ്ടി സൂര്യത്തായത്ത് നൽകാൻ അറീന ആവശ്യപ്പെട്ടതും ചാൻ അതിന് വിസമ്മതിച്ചു. ആ കപ്പലിൽ നിരവധി കുട്ടികളുണ്ട് എന്നവൻ പറഞ്ഞു. പക്ഷേ അമ്മയുടെ കാര്യം പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയതും ചാനിന് വഴിയുണ്ടായിരുന്നില്ല. ചാൻ പിന്നാലെ ഉസാമയുടെ മുമ്പിലേക്ക് എത്തിക്കപ്പെട്ടു. താൻ ഡ്യൂപ്ലിക്കേറ്റ് ആക്കി ഉണ്ടാക്കിക്കൊണ്ടുവന്ന സൂര്യത്തായത്ത് ചാൻ ഉസാമയ്ക്ക് കൊടുത്തു. പക്ഷെ അത് മനസ്സിലാക്കിയതും അമ്മയെ കൊല്ലുമെന്ന് ഉസാമ ഭീഷണിപ്പെടുത്തി. ചാൻ അതോടെ യഥാർത്ഥ സൂര്യത്തായത്ത് തന്റെ ശരീരത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുകയാണ് എന്ന സത്യം വെളിപ്പെടുത്തി. പിന്നാലെ തന്റെ സയന്റിസ്റ്റിന്റെ അടുത്തേക്ക് അത് ശരീരത്തിൽ നിന്ന് വേർപെടുത്തിയെടുക്കാൻ ഉസാമ ചാനിനെ കൊണ്ടുപോവുകയാണ്. ഇതേസമയം മറുവശത്ത് ഗ്രേസും പുനിമയും വോങ്ങും ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് എത്തിച്ചേർന്നിരുന്നു. അവർ ഒരു മൂലയ്ക്ക് നിന്ന് ആക്രമണം തുടങ്ങി. ഈ സമയമാണ് ഒരു കാര്യം കൂടി വ്യക്തമാകുന്നത്. മൈൻഡ് കൊണ്ടെന്തും കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന യോനിനെ ഉസാമയുടെ ആളുകളായിരുന്നു തട്ടിക്കൊണ്ടുവന്നിരുന്നത്. യോനിനോട് തന്റെ ശക്തി ഉപയോഗിച്ച് ആ ഷിപ്പിനെ പിടിച്ചു നിർത്താൻ ഉസാമ ഉത്തരവിട്ടിരിക്കുകയായിരുന്നു. പാവം യോളാകട്ടെ മറ്റു വഴിയില്ലാതെ അത് ചെയ്തുകൊണ്ടുമിരുന്നു. ചാനിന്റെ ശരീരത്തിൽ നിന്ന് സൂര്യത്തായത്ത് വേർതിരിക്കാൻ നോക്കിയിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. സമയം വൈകുന്ന കണ്ടതും തങ്ങൾ ഉണ്ടാക്കിയെടുത്ത മിസൈല് ഷിപ്പിനെതിരെ പ്രയോഗിക്കാൻ ഉസാമ ഉത്തരവിട്ടു. അറീന അതിനുവേണ്ട തയ്യാറെടുപ്പുകൾ തുടങ്ങി. ഇതേ സമയം ഓപ്പറേഷൻ മുറിയിൽ ഉണർന്നിരുന്ന
ചാനാകട്ടെ അവിടെ ഉണ്ടായിരുന്ന ഉസാമയുടെ ആളുകൾക്കെതിരെ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. തന്റെ അമ്മയെ സുരക്ഷിതമാക്കിയ ശേഷം മെർക്കുറി മാൻ കോസ്റ്റ്യൂം ഇട്ട ചാൻ അവിടെ ഉണ്ടായിരുന്ന ഉസാമയുടെ ആളുകൾക്കെതിരെ പൊരുതി. മറുവശത്ത് ഗ്രേസും വോങ്ങും പുനിമയും പൊരുതുന്നുണ്ടായിരുന്നു. ഒടുവിൽ യോളിനെയും മെർക്കുറി മാൻ രക്ഷപ്പെടുത്തുകയാണ്. മറുവശത്ത് പുനിമയും അറീനയും തമ്മിൽ ശക്തമായ ഏറ്റുമുട്ടൽ നടന്നു. ഒടുവിൽ അറീനയെ കീഴ്പ്പെടുത്തി പുനിമ വിജയിച്ചു. പക്ഷേ കീഴടങ്ങില്ലെന്നുറപ്പിച്ച് താഴെ വീണുടന് ചന്ദ്രത്തായത്തിന്റെ ഒരു കഷ്ണമെടുത്ത് അറീന തന്റെ ശരീരത്തിൽ കുത്തി. പിന്നാലെ അവൾ അവിടെ നിന്ന് അപ്രത്യക്ഷമായി. ഇതേ സമയം മിസൈൽ അമേരിക്കൻ ഷിപ്പിനെ ലക്ഷ്യമാക്കി കുതിച്ചിരുന്നു. തായ് നേവി സംഘം അത് നോക്കിക്കണ്ടു. എതിരെ ആക്രമിച്ച് ആ മിസൈലിനെ അവർ ഇല്ലായ്മ ചെയ്തു. പക്ഷെ അവർ പ്രതീക്ഷിക്കാത്ത മറ്റൊരു അപകടമുണ്ടായിരുന്നു. ഉസാമ കുറേയധികം ആളുകളെ പലയിടത്തേക്കായി ആത്മാഹുതി ചെയ്തുകൊണ്ട് ബോംബ് സ്ഫോടനം നടത്താനായി പറഞ്ഞയച്ചിരുന്നു. ചാനിന്റെ അമ്മയെ വീണ്ടും പിടികൂടിയിരുന്ന ഉസാമ അവരുടെ ദേഹത്തും ബോംബ് കെട്ടിവെച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു. ഒരു ഘട്ടത്തിൽ ഒക്കെ അവസാനിക്കട്ടെ എന്ന് പറഞ്ഞ് അയാൾ ബോംബ് റിമോട്ടിന്റെ ബട്ടൺ അമർത്തി. പക്ഷേ യോളുണ്ടല്ലോ, എന്തും നിയന്ത്രിക്കാൻ പറ്റുന്ന തന്റെ കഴിവുപയോഗിച്ച് ഉസാമയുടെ റിമോട്ടിന്റെ കൺട്രോൾ അവൻ ഏറ്റെടുത്തു. ബോംബ് നിർവീര്യമാക്കി. അതോടെ എല്ലാ ബോംബുകളും തന്നെ നിർവീര്യമായി കഴിഞ്ഞിരുന്നു. ആത്മാഹുതി ചെയ്യാനായി ഭീഷണിയിൽപ്പെട്ടു പോയവരും രക്ഷപ്പെട്ടു. തന്റെ പദ്ധതികളൊക്കെ പൊളിഞ്ഞു എന്ന് മനസ്സിലായതും ഇനി താൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന് തിരിച്ചറിഞ്ഞ ഉസാമ അതോടെ വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തു. പക്ഷേ അപ്പോഴായിരുന്നു അടുത്ത പ്രതിസന്ധി. ചന്ദ്രത്തായത്ത് ശരീരത്തിൽ കുത്തിയിരുന്ന തണുപ്പിന്റെ ശക്തികൾ വന്നു ചേർന്നിരുന്ന അറീന അതേ രൂപത്തിൽ മെർക്കുറി മാനെ എതിരിടാൻ അങ്ങോട്ടേക്ക് വന്നു. പിന്നെ നടന്നത് അവർ തമ്മിലുള്ള ശക്തമായ ഏറ്റുമുട്ടലായിരുന്നു. ഒടുവിൽ തന്റെ ശക്തികൾ തന്നെ ഉപയോഗിച്ച് അറീനയെ മെർക്കുറി മാൻ ഇല്ലായ്മ ചെയ്തു. എല്ലാം നല്ല രീതിയിൽ അവസാനിപ്പിച്ചതും തന്റെ മകനെയോർത്ത് ചാനിന്റെ അമ്മയ്ക്ക് അഭിമാനം തോന്നിയിരുന്നു. ഒക്കെ നോർമലായി കഴിഞ്ഞപ്പോ പുനിമ ചാനിനോട് യാത്ര പറഞ്ഞു. തനിക്ക് ടിബറ്റിലേക്ക് മടങ്ങേണ്ടതുണ്ട് എന്നറിയിച്ചു. പോകുന്നതിനു മുമ്പ് പ്രത്യേക തരത്തിലുള്ള ഒരു കോമ്പസ് അവൾ അവന് കൊടുത്തു. അതുപയോഗിച്ച് തന്നെ എളുപ്പത്തിൽ കണ്ടെത്താൻ പറ്റും എന്നും പറഞ്ഞു. ആ ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുകയാണ്. മെർക്കുറി മാൻ എന്ന ഈ സൂപ്പർ ഹീറോ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.